മലപ്പുറം കോട്ടയ്ക്കലിലും വിഷുമന്തി പരസ്യ വിവാദമുണ്ടായിരിക്കുന്നു. ശ്രീകൃഷ്ണന് മുന്നിൽ മന്തിയും കോഴിയിറച്ചിയും വിളമ്പിയ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കോട്ടയ്ക്കലിലെ അറേബ്യൻ മജ്ലിസ്, റെയ്ദാൻ എന്നീ ഹോട്ടലുകളിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് പോസ്റ്റർ പ്രചരിപ്പിച്ചത്. മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചതിനാണ് കോട്ടയ്ക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി. സോണൽ, ഇപ്പോൾ ആലപ്പുഴയ്ക്ക് പിന്നാലെ മലപ്പുറം കോട്ടയ്ക്കലും സമാനമായ പരസ്യവും വിവാദവും ഉണ്ടായിരിക്കുന്നു. കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, മലപ്പുറത്തെ സംബന്ധിച്ച് ഇത് വിഷുമന്തി വിവാദത്തിൽ രണ്ടാമത്തെ സംഭവമാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്തും സമാന രീതിയിൽ കൃഷ്ണന് മുമ്പിൽ മന്തി വിളമ്പിയ പോസ്റ്റർ വലിയ ചർച്ചയായിരുന്നു. യമാമ ഷവായ എന്ന് പറയുന്ന കടയിൽ ഇതിനൊക്കെ കാരണം ആരാ അറിയോ? ഇതിനൊക്കെ കാരണം ഞാൻ തന്നെയാണ്. ഞാനാണ്, അല്ലെങ്കിൽ എന്നെ പോലുള്ള കുറെ പഴയ മണ്ടന്മാരാണ്. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അച്ഛൻ മൂത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ്. അച്ഛൻ, മാമന്മാർ, നാട്ടിലുള്ള സഖാക്കൾ, സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ, സുഹൃത്തുക്കൾ, നമ്മുടെ ഈ സ്വന്തം സർക്കിളിലുള്ള സുഹൃത്തുക്കൾ, നമ്മൾ തന്നെ സ്വയം ഇരുന്നു കൊണ്ട് നമ്മുടെ ദൈവങ്ങൾ, അന്ന് നമുക്ക് ദൈവമില്ല, അപ്പോൾ ദൈവങ്ങളെ നമ്മൾ അങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ട് കളിയാക്കും. എന്നാൽ നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണ് കേട്ടോ. അമ്പലത്തിലെ ഉത്സവങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് ആഘോഷിക്കും. നമ്മൾ സ്വയം നമ്മുടെ ദൈവങ്ങളെയൊക്കെ നന്നായിട്ട് വിമർശിക്കും. അതിൽ നമുക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. കാര്യം നമ്മുടെ മുന്നിൽ രാമൻ യമുനയിൽ ചാടി ആത്മഹത്യ ചെയ്തവനാണ്. രാമൻ സുഗ്രീവനെ മരങ്ങൾക്ക് പിന്നിൽ നിന്ന് ഒളിഞ്ഞു നിന്ന് അമ്പെയ്തവനാണ്. അതുകൊണ്ട് രാമൻ ഒരു മോശക്കാരനാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യും. വാവ്, രാമൻ വളരെ മോശക്കാരനാണ്. ശ്രീകൃഷ്ണൻ ഗോപികമാരുടെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോയി മരത്തിലിരുന്നു. സ്ത്രീകളെ കൊണ്ട് കൈ ഉയർത്തി പിടിപ്പിച്ച് വസ്ത്രത്തിന് വേണ്ടി യാചിക്കാൻ പറഞ്ഞു. ശ്രീകൃഷ്ണൻ ഒരു മോശപ്പെട്ടവനാണ്. വാവ്, നമ്മളിതൊക്കെ ആസ്വദിച്ചു. അതുപോലെ പഴയ സിനിമകളിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ നെടുമുടി വേണുചേട്ടൻ നാരദനായിട്ട് അഭിനയിച്ച ഒരു സിനിമയിൽ നിങ്ങൾക്ക് സീൻ ഓർമ്മ ഉണ്ടാവും. അപ്പോൾ നാരദൻ ഇന്ദ്രനെതിരെ എന്തോ പറയുമ്പോൾ ഒരു മുനി ചാടി എഴുന്നേറ്റിട്ട് നാരദ ഒരുമാതിരി തന്തയില്ലായ്മ പറയരുത് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സിനിമകളിലെ മിക്ക രംഗങ്ങളിലും നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മിക്കപ്പോഴും പുരാണ നാടകങ്ങൾ അവതരിപ്പിക്കുകയും നമ്മുടെ പപ്പുചേട്ടനൊക്കെ അങ്ങനെയുള്ള നമ്മുടെ പൊന്നു ദൈവമാണ് നമ്മുടെ ഈ ഹനുമാന് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിരിച്ചു. കാര്യം ഇതൊക്കെ ആസ്വദിക്കാവുന്നതാണ്. നമുക്കൊന്നും നമ്മുടെ ദൈവങ്ങളെ എത്രത്തോളം ഏത് റേഞ്ച് വരെ ഒക്കെ കാണണമെന്നുള്ളത് നമുക്കറിയാം. ഹിന്ദുവിന് അങ്ങനെ സ്വന്തം വിശ്വാസം, സ്വന്തം മതം ഇതിനൊക്കെ തൊട്ടെന്ന് എഴുതിയിട്ട് പൊള്ളുന്ന ഒരു ടൈപ്പ് അല്ലായിരുന്നു. അത് വാസ്തവമാണ്. നമ്മൾ കുറെ കാലം ഇതൊക്കെ നോക്കി. നാട്ടിലെ ലിബറലോളികൾ, സഖാക്കൾ, പുരോഗമനവാദികൾ, പിന്നെ പഴയ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ഒക്കെ ആനപ്പുറത്ത് കയറിയ തഴമ്പ് ഞങ്ങളുടെ ചന്തിയിലും ഉണ്ട് എന്ന് കരുതി നടക്കുന്ന കുറെ അഭിനവ നവോത്ഥാന ഊച്ചാളികളും നമ്മുടെ നാട്ടിൽ നിരന്തരം അങ്ങനെ വിമർശനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയും ഈ ദൈവങ്ങളൊക്കെ ബ്രാഹ്മണ്യമാണ്, ബ്രാഹ്മണിക്കൽ ഹെജമണിയാണ്, ബ്രാഹ്മണ്യം വന്ന് ഞങ്ങളെ നടിച്ചുകൊണ്ട് പോയ ദൈവങ്ങളാണ്, നിങ്ങൾ വെറും താഴെക്കിടയിലായി പോയത്, നിങ്ങൾ അടിച്ചമർത്തിയതൊക്കെ ഈ ദൈവങ്ങൾ കാരണമാണ്, നിങ്ങളെ 30 അടി അകലെ മാറ്റി നിർത്തിയത് ഈ ദൈവങ്ങൾ കാരണമാണ്, ദൈവങ്ങളെ കൊണ്ടൊരു ഉപയോഗമില്ല. ഈ അടുത്തും കൂടി നമ്മുടെ അനിൽ കൊടുത്തോട്ടം പറഞ്ഞു, ഞാൻ സരസ്വതിയെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇതൊക്കെ വളരെയധികം ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴാണ് മറ്റു മതങ്ങളിലേക്ക് ഇത് പോകുന്നില്ല എന്ന് ഹിന്ദു കണ്ടത് അല്ലേ? ഞാനപ്പോ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്ത് പണ്ട് എപ്പോഴോ ഒരിക്കൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഇവരുടെ നബിയെ എന്തോ കളിയാക്കിയത് വളരെ ചെറുപ്പത്തിലാണ്. പണ്ട് ഈ ശ്രീകൃഷ്ണ സീരിയലൊക്കെ ഉള്ള കാലഘട്ടമാണ്. അപ്പൊ എന്തോ കളിയാക്കിയപ്പോൾ ഞാൻ തിരിച്ചെന്തോ പറഞ്ഞു നമുക്ക് വളരെയധികം വേദനിച്ചു. അത് നമ്മുടെ നാട്ടിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അത് നമ്മുടെ ഈ യുവജന സംഘടനയുടെ ഞങ്ങളുടെ കീഴിൽ ചെറിയൊരു ചർച്ചാ വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ്. അന്ന് സത്യം പറഞ്ഞാൽ ഞാനത് കാര്യമാക്കില്ല. ഇപ്പൊ ഇത്രയും വളർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഓർക്കുമ്പോൾ യെസ്, വൺ സൈഡഡ് ആയിരുന്നു മതേതരത്വം, വൺ സൈഡഡ് ആയിരുന്നു മതവിമർശനം. പണ്ട് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴോ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. എന്റെ പ്രാർത്ഥന ഭയങ്കര കോമഡിയാണ്. പരീക്ഷ വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന എങ്ങനെ അറിയോ? ആരും ചിരിക്കല്ലേ കേട്ടോ. കൃഷ്ണ, ഗുരുവായൂരപ്പ, മഹാഗണപതി, ഓം നമശിവായ, യേശുദേവ അനുഗ്രഹിക്കുന്നേ, അല്ലാഹു അക്ബർ. ഇത്രയും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ പരീക്ഷയ്ക്ക് കയറുന്നത്. കാര്യം നമുക്കങ്ങനെ ഒരുപാട് ദൈവങ്ങൾ ഉള്ളതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. മാത്രമല്ല ഈ മുസ്ലിങ്ങൾ നമ്മുടെ അടുത്ത് ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദൻ റസൂലുള്ളാ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തോ വലിയ ഗായത്രി മന്ത്രമോ പോലുള്ള വലിയ മന്ത്രം വല്ലതും ആയിരിക്കും. പറഞ്ഞു കയറിയാൽ ചിലപ്പോൾ എല്ലാം കിട്ടിയാലോ. ബിസ്മി ചൊല്ലിക്കുക. പിന്നെ ഇതുപോലെ വേറൊരു പരിപാടി ഉണ്ട്. ഈ ക്രിസ്ത്യാനികളുടെ ബുക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ബുക്ക് ഇങ്ങനെ തുറന്നിട്ട് അതിലൊരു വചനം വായിക്കുക. അപ്പൊ ആ വചനം വായിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും നമ്മുടെ ജീവിതം. പിന്നെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, PG ഒക്കെ കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ദൈവങ്ങൾ മാത്രമല്ല, എല്ലാ ദൈവങ്ങൾക്കും ചില പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഞാൻ ഈ വിളിച്ച മറ്റു ദൈവങ്ങളൊന്നും അധിക കാലമൊന്നും ആയിട്ടില്ല ഭൂമിയിൽ വന്നിട്ട് എന്നൊരു ബോധ്യം വന്നു. അപ്പോൾ അതെനിക്ക് വലിയൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് തോന്നി. അതായത് മനുഷ്യരാശി ഉണ്ടായ കാലം
ഹരപ്പൻ, മോഹൻജദാരോ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, മായൻ, ഇൻക സംസ്കാരങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇൻക്ലൂഡിങ് നമ്മൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് വരെ പഠിക്കും. ഈ അലക്സാണ്ടർക്ക് സത്യം പറഞ്ഞ ക്രിസ്തുവിനെ അറിയില്ല, ക്രിസ്തു എന്നൊരു മതം അറിയില്ല, ബൈബിൾ എന്നൊരു ഗ്രന്ഥത്തെ അറിയില്ല. ചിലപ്പോൾ തോറയും അതുപോലെ തന്നെ ജൂതന്മാരെയൊക്കെ അറിയണ്ടാവും. അപ്പൊ ഇമാരി സാധനങ്ങളൊക്കെ വരുന്നു. അതുപോലെ 786 എന്ന് പറഞ്ഞ് പണ്ട് എനിക്കൊരു മാല ഉണ്ടായിരുന്നു. മാലയിൽ ഞാനൊരു ഓം തൂക്കിയിട്ടുണ്ടായിരുന്നു, ഒരു കുരിശ് തൂക്കിയിട്ടുണ്ടായിരുന്നു. കൂടെ ഈ 786 എന്ന് പറയുന്ന ഒരു നമ്പർ, ഇത് മൂന്നായിട്ട് മേടിച്ച്, ഈ ലോക്കറ്റുകൾ മൂന്നായിട്ട് മേടിച്ച് ഞാനിത് തന്നെ നൂലൊക്കെ കൊണ്ട് കെട്ടി. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ 8-ലോ 9-ലോ പഠിക്കുന്ന സമയമാണ്. കുറെ കാലമൊക്കെ അത് കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയ ഫാഷൻ ഒക്കെ വരുമ്പോൾ അതിലേക്ക് മാറി. അപ്പൊ ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ ഈ 786 വെച്ചിട്ടാണ് ഞാൻ അതിന്റെ ചരിത്രം പഠിച്ചത്. കാര്യം അത് നബി വന്നതിന് ശേഷമുള്ള എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, റാഷിദ് ഇബ്രാഹിം, അവനാണ് എനിക്കത് പറഞ്ഞു തന്നത്. അതിനു മുമ്പ് ഇബ്രാഹിം നബി എന്ന് പറഞ്ഞ നബി ഉണ്ട്. പിന്നെ കുറെ പറഞ്ഞു യേശു ഒക്കെ അവരുടെ നബിയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇത്തിരി ബുദ്ധിയും ബോധമൊക്കെ വന്നപ്പോൾ ഞാൻ അതൊക്കെ കുറെ പഠിച്ചു കഴിഞ്ഞു. ചരിത്രങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി, കുറെ വായനകളൊക്കെ വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴേ സത്യം പറയുക ഹിന്ദുമത ഗ്രന്ഥങ്ങളും ഹിന്ദുമത ദൈവങ്ങളുടെ എന്താ പറയാ പഴയ കാലങ്ങളും അല്ലെങ്കിൽ ഹിന്ദു മതത്തിന്റെ ആ ഒരു ചരിത്രത്തെക്കാൾ ഉപരി ഞാൻ മറ്റു മതങ്ങളെ പഠിക്കാൻ തുടങ്ങി. അത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. കാര്യം എന്റെ മതം മാത്രമാണ് മോശം എന്ന് നമ്മുടെ നാട്ടിലെ സഹാക്കളും എല്ലാവരും പറയുമ്പോൾ മറ്റുള്ളവർ നല്ലതാണോ എന്നൊന്ന് പരിശോധിക്കേണ്ട അത്യാവശ്യമാണല്ലോ. അങ്ങനെ തിരികെ വിമർശനം വന്നപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. തിരികെ വിമർശിച്ചാൽ എന്തിനധികം നമ്മുടെ നാട്ടിൽ മുഹമ്മദ് എന്നൊരു പേരെഴുതിയതിന് ഒരു അധ്യാപകന്റെ കയ്യും കാലും പോയിട്ട് പഞ്ചപുച്ഛ മടക്കി കാലിൻ്റെ വാലും ചുരുട്ടിയിരുന്ന ആൾക്കാരാണ് മലയാളികൾ. 1921 നടന്നത് വർഗീയ കലാപമാണെന്നും ഹിന്ദുക്കൾ കൂട്ടക്കൊലയ്ക്ക് ഇരയായും എന്ന് കുമാരനാശാൻ ഉൾപ്പെടെ ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെ ഇന്ത്യയിലെ പല ചരിത്രകാരന്മാരും വ്യക്തമായി എഴുതിയിട്ട് അത് അംഗീകരിക്കാൻ ഇന്ന് തയ്യാറാകാത്ത ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കോൺഗ്രസ്സുകാർ പണ്ടേ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. കാര്യം കമ്മ്യൂണിസ്റ്റുകാർ 1973 അന്ന് ശ്രീമാൻ അച്യുത മേനോൻ സർക്കാരാണെന്നാണ് എന്റെ ഓർമ്മ, തെറ്റാണെങ്കിൽ തിരുത്തുക. എന്നാൽ 73 കെ കരുണാകരൻ ഒക്കെ ഉള്ള മന്ത്രിസഭയാണ് ഈ മലബാർ ലഹളയിൽ പങ്കെടുത്ത ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ നേതാക്കൾക്ക്, മുസ്ലിം സ്വാതന്ത്ര്യ സമര പോരാട്ടം ഹമാസ് ചെയ്യുന്നതും പോരാട്ടമാണ്, ഈ പോരാളികൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയത്. അന്ന് കമ്മ്യൂണിസ്റ്റുകാർ അത് ചോദ്യം ചെയ്തിരുന്നതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു പ്രമേയം എന്തോ പാസ്സാക്കിയെന്ന് എന്തോ പറയുന്നുണ്ട്. അതിൽ അവർ പറയുന്നത് അന്ന് ഈ സംഭവം ഒരു വർഗസമരമായി ഉടലെടുത്തിട്ട് ഈ സാധനം കൈവിട്ടു പോയി അതിന്റെ വേറെ റേഞ്ചിലോട്ട് പോയി, ഇറ്റ്സ് എ ബെർത്തലോമിയ എന്ന രീതിയിലാണ് നമ്മുടെ അംബേദ്കർ വരെ പറഞ്ഞിട്ടുള്ളത്. ഒരു ഹിന്ദു മുസ്ലിം കോൺട്രവേഴ്സി അല്ല. മുസ്ലിങ്ങൾ ഏകപക്ഷീയമായി ഹിന്ദുക്കളെ ആക്രമിക്കുകയായിരുന്നു. തുവൂർ കിണറും മലബാറിലെ പല ക്ഷേത്രങ്ങളും ഇന്നും അതിനവശേഷിക്കുന്ന തെളിവുകളാണ്. മിസ്റ്റർ VK സുരേഷ് ബാബുട്ടാണെന്ന് തോന്നുന്നു ഒരുപാട് പറയുന്നുണ്ടോ, മണിക്കിണറിൽ ഈ മാമാങ്കം കഴിഞ്ഞ ആൾക്കാരെ കൊണ്ടെറിഞ്ഞിട്ട് അതിനെ ആനയെ കൊണ്ട് ചവിട്ടി താഴ്ത്തുന്നു. അതുപോലൊരു കിണറാണ് സാർ തുവൂർ കിണർ. അതിനെപ്പറ്റി പറയാനുള്ള തന്റെ ഇടമൊന്നും നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കൊന്നും RSSനെയോ സംഘപരിവാറിനെ തടയാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഒരു മറ്റേ സൈഡിലോട്ടുള്ള വിമർശനത്തിന് വളരെയധികം ഭയപ്പെടുന്നു. മാത്രമല്ല ഞാൻ എപ്പോഴും നമ്മുടെ നാട്ടിലെ ഈ പാവങ്ങൾ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വളരെ വളരെ അനുഭവിച്ചിട്ടൊക്കെ ജീവിച്ച ആൾക്കാരാണ് ഞാനൊക്കെ, അതൊക്കെ ഓർത്ത ഒരുപാടുണ്ട്. അപ്പോ അത് കഴിഞ്ഞ് നമ്മുടെ ഈ ദളിത് വിഭാഗം, ആദിവാസി വിഭാഗമൊക്കെ വളരെ രക്ഷപ്പെടാതെ കിടക്കുന്ന, ഇന്നും ഈ പറയുന്നത് ഞാൻ മാത്രമല്ല, വേടൻ അല്ലെ, വലിയ വലിയ ടീമുകൾ, നമ്മുടെ സണ്ണി കാപ്പിക്കാട്, ശ്യാംകുമാർ, ദിനുവെയിൽ, മാളവിക ബിന്നി, ആൻസോ ആരൊക്കെ, അങ്ങനെ കുറെ പേരുണ്ട്. ഇവരെല്ലാരും പറഞ്ഞു ദളിതൻ ഇന്നും അടിച്ചമർത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ദളിതൻ എങ്ങനെ അടിച്ചമർത്തപ്പെടുന്നു? അവർ മൈനോറിറ്റി ആയി പോയതുകൊണ്ടാണ്. സവർണർ എല്ലാവരും അവർ അടിച്ചമർത്തിയാണ്. മൈനോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിംസ് മൈനോറിറ്റിയാണ്, ക്രിസ്ത്യൻസ് മൈനോറിറ്റിയാണ്, ആൻഡ് അവരൊക്കെ വളരെ പവർഫുൾ ആണ്. എന്തിനധികം പള്ളിയിലച്ചന്മാരാണ് ഇന്ന് ഓരോ പാർട്ടിക്കും ഏതൊക്കെ സ്ഥാനാർത്ഥികൾ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത്. പാണക്കാട് കുടുംബമാണ് രാഷ്ട്രീയം എങ്ങോട്ട് തിരിയണമെന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ ഇലക്ഷന് തൊട്ടു മുൻപായിട്ട് പാണക്കാട് നടന്ന ഒരു വിരുന്നിൽ കേരളത്തിലെ എല്ലാ മുന്നണിയിലുമുള്ള മുസ്ലിം സ്ഥാനാർത്ഥികൾ എല്ലാവരും പങ്കെടുത്തിരുന്നു എന്നാണ് കേട്ടുകേൾവി. അറിയോ, സത്യമാണോ? അപ്പോ എന്നിട്ടും ഇവരുടെയൊക്കെ ഒപ്പം മാത്രം ജനസംഖ്യ ഉണ്ടായിരുന്ന, ഒരുപക്ഷെ ഈ ന്യൂനപക്ഷങ്ങളെക്കാൾ കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരുന്ന ഈ ദളിതർ ഇന്നും എങ്ങനെ അടിച്ചമർത്തപ്പെട്ടു? ആത്മാഭിമാനം. കൃഷ്ണൻ മന്തിവാരി തിന്നുന്നത് കാണുമ്പോൾ നമ്മൾ ചിരിച്ചിട്ട് രാഹുൽ ഈശ്വർ പറയുന്നത് 99% മുസ്ലിങ്ങൾ നമ്മുടെ കൂടെയാണ്. അതുകൊണ്ട് ഈ തന്തയില്ലായ്മ കാണിച്ചവൻ തന്തയില്ലായ്മയാണ് കാണിച്ചതെന്നും ഈ തെമ്മാടികൾ അതിന് പൊതുസമൂഹത്തിൽ മാപ്പ് പറയുക മാത്രമല്ല ശിക്ഷാ നടപടി സ്വീകരിക്കുകയും വേണം. ഇത് ഇത്രയും പറയുന്ന ഞാൻ വർഗീയവാദിയാ, ഹിന്ദുത്വവാദി, RSS ഭീകരൻ അല്ലേ? എന്നാൽ കൈകാലം വെട്ടിക്കൊണ്ട് പോയവരൊക്കെ തമിഴ്നാട്ടിൽ ഒന്നിച്ച അഭിമന്യുവിനെ കുത്തിക്കൊന്നവൻ ഇവരൊക്കെ ഒന്നിച്ച, ഇവരൊക്കെ ഒറ്റ ദിവസം കൊണ്ട് മതേതരവാദികളായി. VD സതീശന്റെ പ്രസംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മിസ്റ്റർ VD സതീശൻ മതേതരത്വത്തെ തൊട്ടു കളിച്ചാൽ എന്ന് പറഞ്ഞൊരു പ്രസംഗം നടത്തിയിരുന്നു. ആ നാക്കിപ്പോഴും തന്റെ അണ്ണാക്കിലുണ്ടോ
ഞങ്ങൾക്കിതൊന്നും വേദനിക്കില്ലടവേ. ഞങ്ങൾ ഈ കേട്ട് വളർന്നിട്ടുള്ളത് പോലെ, അല്ലെങ്കിൽ ഹിന്ദു മതത്തെയും ദൈവങ്ങളെയും ഒക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ സ്വന്തം വീട്ടിൽ നിന്ന് പോലും കളിയാക്കുകയും നാണം കെടുത്തുകയും ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് വളർന്നു വന്നവരാണ് ഞങ്ങൾ ഹിന്ദുക്കൾ. ഞങ്ങൾക്ക് അങ്ങനെ ഗുരുപൊട്ടൂല. ഞങ്ങളുടെ ദേഷ്യം എന്താ അറിയോ? ഈ സാധനം അപ്പുറത്തോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് അപ്ലിക്കബിൾ ആകുന്നില്ല. കേരളത്തിലെ ദളിതർക്ക് വേണ്ടി ജീവിക്കുന്ന, ദളിതർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ചോരയായി കൊണ്ടു നടക്കുന്ന നമ്മുടെ നാട്ടിലെ മുന്നണികൾ, ഇടതുപക്ഷവും ശരി കോൺഗ്രസും ശരി, ഇവരൊക്കെ ഈ ദളിതന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ തിണ്ണ നിറങ്ങാൻ പോയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഇവിടെ പുന്നല ശ്രീകുമാറൊക്കെ ഉണ്ടല്ലോ, KPMSന്റെ, വന്നിട്ടുണ്ടോ വീട്ടിൽ? അല്ലെങ്കിൽ നിങ്ങളുടെ ആസ്ഥാനത്ത് കയറി വന്നിട്ടുണ്ടോ? ആരും വരൂല. പക്ഷെ പോകും. എങ്ങോട്ടൊക്കെ പോകും? അരമനകളിൽ പോകും, തങ്ങളുമാരുടെ വീട്ടിൽ പോകും, മനസ്സിലായില്ലേ? NSS പോവും. പക്ഷെ നമ്മളടുത്ത് വരില്ല. എന്തുകൊണ്ടാ? നമ്മൾ ഇത് കണ്ടാലും നമ്മളെന്താ പറയാ, സവർണരുടെ ദൈവത്തെയാണ് അവഹേളിക്കുന്നതെന്ന് പറഞ്ഞ് കക്ക എന്ന് പറഞ്ഞ് ചലിച്ചോണ്ടിരിക്കും. ഇതൊക്കെ ശ്രീകൃഷ്ണൻ, ശിവൻ, അതുപോലെ പാർവതി, പിന്നെ നമ്മുടെ മുരുകൻ, ഇതെല്ലാം പണ്ട് നമ്മൾ പിന്നോക്കക്കാർ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ഈ ബ്രാഹ്മണ്യം എടുത്തുകൊണ്ട് പോയി അവർ പൂജയും മന്ത്രങ്ങളും വെച്ച് പൂജിച്ചു എന്നാണ് നമ്മുടെ നാട്ടിലെ ശ്യാംകുമാറും സണ്ണി കാപ്പിക്കാടത്തിന്റെ വേറൊരു ചങ്ങയുണ്ടല്ലോ, സുനിൽ പി ഇളയുടെ ഒക്കെ പറയുന്നത്. സോ അത് നമ്മുടെ ദൈവമാണ്, ബ്രാഹ്മണരുടേതല്ല. അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ പറയും നീ ഹിന്ദുത്വവാദിയാണെന്ന് പറയും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. ഞങ്ങളെ കൊണ്ടുപോയതല്ലേ. സോ അത് ഞങ്ങളുടെ ദൈവമാണ്. അതിനെ എങ്ങനെ വേറൊരുത്തന്നെ ഇത്രയും ഭീകരമായിട്ട് ഇത്ര വൃത്തികെട്ട രീതിയിൽ കുഴിമന്തി കൃഷ്ണന്റെ കുഞ്ഞിക്കൈ കൊണ്ട് ആ നിഷ്കളങ്കമായ മുഖം വെച്ചിട്ട് ഇതെടുത്ത് കഴിക്കുന്നത്? കുഴിമന്തി അറബികൾ കഴിച്ചു തുടങ്ങിയത് ഏത് കാലത്താണ്? ഇറച്ചിമീനും തിന്നു തുടങ്ങിയത് ഏത് കാലത്താണ്? ഇന്ത്യക്കാർ ഇവിടെ എപ്പോഴാണ് തിന്നു തുടങ്ങിയത്? നമ്മുടെയൊക്കെ ഭക്ഷണം എങ്ങനെയൊക്കെ ആയത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി? അറേബ്യൻ ഭക്ഷണമാണ്, മുസ്ലിം ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിന് മുസ്ലിം ഒക്കെ ഉണ്ടോ? ചിലർ പറയുന്നത് അങ്ങനെ അറേബ്യൻ ഫുഡാണ്. അറബികൾ എന്ന് ഇതൊക്കെ കഴിച്ചു തുടങ്ങിയത്. നമ്മുടെ ഭക്ഷണം, നമ്മുടെ കൾച്ചർ, നമ്മുടെ മതം, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, ഇതെല്ലാം തന്നെ നൂറ്റാണ്ടുകളല്ല സഹസ്രാബ്ദങ്ങൾ കൊണ്ട് മാറി മറിഞ്ഞും തലകുത്തി മറിഞ്ഞും കെട്ടിപ്പിരിഞ്ഞും ഇടിച്ചു വീണും ചാടിക്കുത്തിയും ഒക്കെ ഇവിടെ വരെ എത്തിയതാണ് എന്നുള്ള ബോധം. ആ ബോധം ഹിന്ദുവിനുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെ സാധനങ്ങൾ കുരുവട്ടാത്തത്. ആ ബോധം മറ്റുള്ളവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവർ കൈയും കാലും വെട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ഈ ഗണപതി മിത്താണ്, അങ്ങനെയാണെങ്കിൽ അള്ളാഹു മിത്താണോ എന്നും തിരിച്ചു ചോദിച്ചപ്പോൾ ഇടത് സഹയാത്രയും ജയരാജന്റെ നിക്കറ് നനഞ്ഞുപോയി, ഉള്ളിരുന്ന് വിറച്ചുപോയി, ബബ്ബ അടിച്ചുപോയി, മിണ്ടിയില്ല. ഞങ്ങളുടെ മുന്നിൽ കാണുകയാണ് സഖാവെ. പണ്ട് നിങ്ങളെപ്പോലുള്ള ഒരുപാട് സഖാക്കൾ ഞങ്ങളെ വന്നിരുന്ന് കൃഷ്ണനെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്. മാർഗമല്ല ലക്ഷ്യമാണ് പോലും പ്രധാനമെന്ന് കൃഷ്ണൻ പറഞ്ഞു പോലെ. എന്തൊരു വൃത്തിയായിട്ടവരാണ് കൃഷ്ണൻ എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ കേട്ട് വളർന്ന് ഞങ്ങൾക്ക് കൃഷ്ണന്റെ കൈ കുഴിമന്തിയിൽ വർത്തിരിക്കണമെന്ന കുരുവൊന്നും പൊട്ടില്ല. പക്ഷേ നിങ്ങൾ ഈ പോസ്റ്റ് ഇട്ടവന്മാർ ഒന്നും രണ്ടും കടകളല്ല, എത്രയോ കടകൾ കണ്ടിന്യൂസ് ആയിട്ട് യാതൊരു ഇതുമില്ലാതെ അവർ വളരെ പ്ലാൻഡ് ആയിട്ട് തെക്ക് മുതൽ വടക്ക് വരെ പല സ്ഥലങ്ങളിൽ നിന്നും അവർക്കറിയാം ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യുന്നതോടെ അവഹേളിക്കാം. നമ്മുടെ മാവേലി ഒരു കോമഡി പീസായി പോയി അല്ലേ? കുടവയറൊക്കെ തള്ളി മാവേലി അസുര മഹാരാജാവാണ്. ഇവർ വിചാരിക്കുന്നത് എന്തറിയോ? വാമനനെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. ഞങ്ങൾക്ക് മാവേലി ഇഷ്ടമല്ല, അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾക്ക് രാവണനെയും ഇഷ്ടമാണ്, രാമനെയും ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മുടെ കഥാപാത്രങ്ങളാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്. പിന്നെ രാവണൻ ഇത്തിരി പോക്കിരി ആയതുകൊണ്ട് രാമൻ ഒരു ചൂരലെടുത്ത് ചണ്ടിക്കരടി എടുത്ത് കയറിപ്പെടാന്ന് പറഞ്ഞു. മനസ്സിലായോ? ഞങ്ങൾക്ക് കംസനെ ഇഷ്ടമാണ്, കൃഷ്ണനെ ഇഷ്ടമാണ്. കംസന്റെ പോക്കർ തരുന്നത് കൃഷ്ണൻ അടി കൊടുത്തു. അതിന്റെ അർത്ഥം നമുക്ക് നമ്മുടെ ഇതിന് എല്ലാത്തിനും എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേട്ടോണ്ടിരിക്കാമെന്നല്ല. അപ്പോൾ അങ്ങനെയുള്ള മഹാബലി ഇപ്പോ കുടവേറൊക്കെ തള്ളിപ്പിടിച്ച് ഹോട്ടലിൽ ഭക്ഷണം വിളമ്പാൻ DJ കളിക്കുന്ന പിന്നെ പോട്ടെ. നിങ്ങൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ഇതൊക്കെ കണ്ടവനാണ് ഹിന്ദു, ഇതൊക്കെ വർഷങ്ങളായിട്ട് കാണുന്നവനാണ് ഹിന്ദു. ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടിട്ട് ഞങ്ങൾക്കൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ ഇത്രയും പേരുണ്ടല്ലോ, ഈ വടക്ക് മുതൽ തെക്ക് വരെ കൃഷ്ണന്റെ ഫോട്ടോ വെച്ച് കോമഡി പീസ് കാണിച്ച ടീമുകളെല്ലാം അറിയാൻ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനൊരു ഫോട്ടോ പോലും ഇല്ല. നിങ്ങളുടെ ദൈവത്തിന് രൂപവും ഇല്ല. രൂപമുള്ള മുഹമ്മദ് നബിയുടെ രൂപം വരയ്ക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ, ഇല്ലേ? നബിയെ വരയ്ക്കാമോ നിങ്ങൾക്ക്? ചാർലി ഹെബ്ദോ എന്നുള്ളൊരു കാർട്ടൂൺ ഉണ്ട്. അത് വരച്ചതിന്, അത് പ്രസിദ്ധീകരിച്ചതിന് ആ ന്യൂസ് ചാനൽ മുഴുവൻ തീവ്രവാദ ആക്രമണം നടന്നതാ എവിടെ? ഫ്രാൻസിൽ. അത് ക്ലാസ്സിൽ പ്രദർശിപ്പിച്ച ഒരു അധ്യാപകന്റെ കഴുത്തെരിഞ്ഞു മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഈ സെന്റർ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നാണല്ലാത്ത പരിപാടി മറ്റേ രാഹുൽ ഈശ്വർ, സത്യം പറഞ്ഞ ആരിഫ് ഹുസൈൻ പറഞ്ഞത് ശരിയാണ്. പിമ്പിന്റെ പണിയാണ് താൻ ചെയ്യുന്നത്. ആളാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. അത് ഇങ്ങനെ മതത്തിന് അടിച്ചു പിടിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. എനിക്കിപ്പോ എന്ത് ചെയ്യും? അപ്പോഴാണ് രാഹുൽ ഈശ്വർ എന്നെ വിളിക്കുന്നത്, അശോകൻ ചേട്ടാ ഞാൻ അങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കാം, നമുക്ക് കൊച്ചിനെ നേരെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ പല ആൾക്കാരും ചോദിച്ചു, പറഞ്ഞു ശരി കുഴപ്പമില്ല, രാഹുൽ ഈശ്വർ നമ്മൾക്ക് വേണ്ടിയിട്ട് ചാനലുകളിലൊക്കെ ഘോരാഘോരം പ്രസംഗവും വാക്കുകൊണ്ടുള്ള ഫൈറ്റിംഗ് നടത്തുന്ന ആളല്ലേ. ഞാൻ ശരി വാന്ന് പറഞ്ഞു. സാറ് വാന്ന് പറഞ്ഞു. ആദ്യം ഒരു പ്രാവശ്യം വന്ന്, ഡേറ്റ് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, വന്ന് പുള്ളി ഒരു അരമണിക്കൂറോളം 1.25 മണിക്കൂറോളം സംസാരിച്ചിട്ട് പുള്ളി പോയി. അച്ഛൻ ചേട്ടാ ഇനി ഞാൻ വരാതെ കുറച്ച് സമയം പിടിക്കും. ഇവൻ പോയി.
ഇവൻ അത് കഴിഞ്ഞ് വീണ്ടും പിന്നൊരു ദിവസം വന്നു, ഒരു മാസമായി കഴിഞ്ഞാൽ മറ്റേ അത് കഴിഞ്ഞ് വന്നിട്ടും പറഞ്ഞ് അശോകൻ ചേട്ടാ അവൻ ഇത്ര മണിക്കൂർ കണക്ക് കൂട്ടി ഇത്ര മണിക്കൂർ കുറയാതെ അവള് സത്യസരണിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അത് വലിയ പാടാ, ഇരിക്കട്ടെ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് മുമ്പ് വിധി വന്നു. ഒരു 16-ാം തീയതി വിധി വന്നു. 17-ാം തീയതി രാഹുൽ ഈശ്വർ പാഞ്ഞു പിടിച്ച് രാവിലെ 10 മണിയായപ്പോ എനിക്ക് പാഞ്ഞെത്തി. അച്ഛനോട്ടാ ഞാൻ അങ്ങോട്ട് വരിക, അർജന്റായിട്ട് നമുക്ക് അവളോട് സംസാരിക്കാം, അതാ ഇതാണെന്നൊക്കെ പറഞ്ഞ് വന്ന് ഇയാള് സംസാരിക്കുക. അപ്പൊ ഞാൻ സംസാരിക്കാൻ നേരം നിൽക്കാറില്ല, എനിക്ക് എന്തെങ്കിലും ഒരു കോൾ വന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇയാൾ എന്തൊക്കെ എടുത്ത് എന്നൊക്കെ എടുത്തെന്ന് എനിക്കറിയില്ല. പോലീസുകാരെ ഇതിങ്ങൊക്കെ എല്ലാവർക്കും പ്രശ്നം. ഇത് ഞാൻ ആരോട് എന്ത് പറയും? ഇവൻ അവിടെ ചെന്ന് ഒരു ഉച്ചയോട് കൂടി ടി വിയിൽ സംഗതി വരാൻ തുടങ്ങി, ഇവനെ അടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് എന്നെ പലയിടത്തും വിളിക്കുക, അശോകാദി എന്നെ കാണിച്ചെന്ന് വെച്ച് രാഹുൽ ഈശ്വരനെ കയറ്റി തന്നു. അപ്പൊ എല്ലാവരും പറയും രാഹുൽ ഈശ്വരനെ കയറ്റി എന്താ, പിന്നെ എല്ലാവരും ചോദ്യങ്ങളുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. എന്നാലും അറിവുള്ളവർ പിന്നെ സാരമില്ല, സംഭവിച്ച് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം, സാരമില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെ ഇരുന്ന് ഇവൻ ഓരോ ഭാഗങ്ങൾ ഈ കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇവൻ അവരുടെ ചാരനായിട്ട് വന്നു എന്ന് എനിക്ക് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കൊച്ചിനെ കൊണ്ട് ഓരോന്നെ പറയിപ്പിച്ച് അതെല്ലാം റെക്കോർഡാക്കി വെച്ചിരിക്കുകയാണ് ഇവനിപ്പോ ഈ കഴിഞ്ഞ ദിവസം അത് 2-3 മാസമായ സാധനം എടുത്ത് ഇവർ ഈ കഴിഞ്ഞ ദിവസമാണ് ഓരോന്നെ ഇറക്കി വിടുന്നത്. ഇവൻ ഇത്രയും ഇവൻ അത്ര ആണായിരുന്നു, ഇവൻ അന്നേരം തന്നെ ഇറക്കി വിടണം. ഇവൻ ഓരോന്ന് വരുന്നത് പയ്യെ ഇറക്കി വിടുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അപ്പൊ ഇവൻ പൈസയ്ക്ക് വേണ്ടി പേശിയായിരുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവരുമായിട്ട്. ഇവനെപ്പോലെ ഇത്ര ഞാൻ അതിനെ ഒരിക്കലും പറയാൻ പാലാത്ത ഭാഷയിൽ വേണം അവനോട് പറയാൻ. അത് ഞാൻ ഇതിന്റെ ഈ നാട്ടിൽ നമ്മുടെ ശ്യാംകുമാർ ഇട്ടേക്കുന്ന പോസ്റ്റാണ് അഭിവന്യ. എനിക്ക് ആ ഡയലോഗ് ഇഷ്ടപ്പെട്ടു. അഭിവന്ദ്യനായ തന്ത്രിയുടെ അടുത്ത് ഇയാൾ പോയി നിൽക്കൂ. എടോ അതൊരു മതത്തിന്റെ മേലധ്യക്ഷനാണ് അല്ലേ? ഈ മതത്തിന് ഒരു ദോഷവും പറയാനില്ലാത്ത, ഒരു കുറ്റവും പറയാനില്ലാത്ത, ബൈബിളിലൊന്നും ഒരു വരി പോലും തെറ്റില്ലാത്ത, പുതിയ നിയമവും പഴയ നിയമവും അമൃതുപോലെ ഒഴുകുന്ന മതഗ്രന്ഥത്തിന്റെ ഉടമസ്ഥരാണോ ഇവർ അടിമത്തം നടത്താത്തവരാണോ? ഇവർ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാത്തവരാണോ? ഇവർ ബലാത്സംഗങ്ങൾ ചെയ്തിട്ടില്ലാത്ത പാരമ്പര്യമുള്ള മതത്തിലുള്ളവരാണോ? ജാതി വ്യവസ്ഥ ഇല്ലാത്ത മതത്തിന്റെ പാരമ്പര്യമുള്ളവരാണോ? ഈ ശ്യാംകുമാർ നിങ്ങൾ എന്തെല്ലാം ഹിന്ദുവിനെ വിമർശിക്കുന്നു അതിനൊക്കെ തുല്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവർ തന്നെയാണ് ഇവർ എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല, അവർക്ക് സംശയമില്ല. പക്ഷെ ഈ നാണംകെട്ട പരിപാടിക്ക് പണ്ട് ഞാനൊക്കെ നിന്നിരുന്നു. അതുകൊണ്ടാണ് ഈ കൃഷ്ണൻ മന്തി കഴിക്കുന്ന പടമൊക്കെ വന്നതിന് കാരണക്കാരൻ ഞാനാന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറെ VHP, വിശ്വ ഹിന്ദു പരിഷത്ത്, RSS ഇവരൊക്കെ മാത്രം പ്രതികരിച്ച പോലെ KPMS പ്രതികരിക്കാം, പുലയർ മഹാസഭയ്ക്ക് പ്രതികരിക്കാം, പിന്നെ വേറെ ഏതെങ്കിലും സംഘടനകൾ, ദളിത് സംഘടനകൾക്ക് പ്രതികരിക്കാം, DYFIക്ക് പ്രതികരിക്കാം. ABPക്കാർ മാത്രം പ്രതികരിക്കണമെന്നോ യുവമോർച്ച മാത്രം പ്രതികരിക്കണമെന്നോ ഇവിടെ ഇല്ല. അവിടെയൊക്കെ വാലും ചുരുട്ടി സൈലന്റ് ആയിട്ടിരുന്നിട്ട് നിന്റെയൊക്കെ മറ്റേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൊണയടി ഉണ്ടല്ലോ, അത് പണ്ട് സരസ്വതി ദേവിയെ നഗ്നയെ വരച്ചപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങ് ആസ്വദിച്ചു. പക്ഷെ തിരികെ കുറച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യം അങ്ങോട്ട് എടുത്തപ്പോ നിങ്ങൾക്ക് വിറയലും തുള്ളലും ഒക്കെ വന്നു ഇല്ലേ? അതുകൊണ്ട് കൃഷ്ണൻ മന്തി കഴിക്കുന്നതും കൃഷ്ണൻ മന്തി പുറത്തിരിക്കുന്നതും കണ്ടിട്ട് നമ്മക്കാർക്കും കുരുവൊന്നും പൊട്ടത്തില്ല. കുരു നിങ്ങൾക്ക് പൊട്ടും, നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എങ്ങനെയൊന്നും. കാര്യം ന്യൂലി ബോൺ ബേബീസ് ആർ മോർ ഹൈപ്പർ ആക്റ്റീവ് എന്ന് വേണേൽ പറയാം. ജനിച്ച കുട്ടികൾ ഈ എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഭയങ്കര ആക്രാന്തമാണ്, ഓട്ടം ചാട്ടം, കണ്ടിട്ടില്ലേ 4 വയസ്സിൽ നട്ടഭ്രാന്ത് എന്നൊക്കെ പറയും. അതുപോലെ ജസ്റ്റ് ഈ ലോകത്ത് മനുഷ്യൻ സാമൂഹ്യമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് 10-12,000 വർഷങ്ങളായിട്ടുണ്ട്. കൃഷി ചെയ്ത് സാമൂഹ്യ ജീവിയായി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ചരിത്രം. പക്ഷെ 60,000 വർഷം മുമ്പേ ഹോമോസാപ്പിയൻസ് തങ്ങളുടെ ഒരു സോഷ്യൽ ലൈഫ് കാട്ടിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് 1200 വർഷം മുൻപ് മാത്രമുണ്ടായ ന്യൂലി ബോൺ ബേബീസ് ആണ് നിങ്ങൾ. നിങ്ങൾക്ക് ഈ എഴുന്നേറ്റ് നടക്കുമ്പോഴും ഓടാനും ചാടാനും ഒക്കെ തോന്നും. ഞങ്ങളെ പോലെ 18,500 വർഷം പഴക്കമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ കുരുപൊട്ടലൊന്നും ഇല്ലാതാവും. ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാരോട് പറയാനുള്ളത്, ഈ സെൻട്രൽ മിഡിൽ സെൻട്രൽ ആയിട്ട് ഈ പരിപാടിയൊന്നും നടക്കൂല. ഉള്ള കാര്യം നേരെ ചൊവ്വേ പറയുക. ഞാൻ നമ്മുടെ മതഗ്രന്ഥങ്ങളിലും നമ്മുടെ പൂർവ്വ ചരിത്രങ്ങളിലൊന്നും നല്ലത് മാത്രമേ ഉള്ളൂ എന്നിവിടെ ആർക്കും അവകാശപ്പെടാനില്ല. പക്ഷെ ബാക്കിയുള്ളവരും നമ്മൾ മുത്തും ബാക്കിയുള്ളവർ മിത്തും എന്ന് പറഞ്ഞ കലാപരിപാടി ഉണ്ടല്ലോ, അത് പറ്റൂല. 99% മുസ്ലിങ്ങൾ താമ്പോ എണ്ണി നോക്കിയോ? ഇതിനി ശ്രീകൃഷ്ണനെയും മഹാബലിയെ പോലെ ഈ ഊണ് വിളമ്പാനും കടയുടെ മുന്നിൽ എന്താ പറയുക ആൾക്കാരെ വലിച്ചു കയറ്റാനും അതുപോലെ ഒക്കെ ഉള്ള കലാപരിപാടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? ഇതിന്റെയൊക്കെ ഒരു തുടക്കം തൽക്കാലം സമ്മതിച്ചാൽ ഞങ്ങൾക്ക് മനസ്സില്ല. അപ്പൊ കാണിച്ചത് തന്തയില്ലായ്മയാണ്, തെമ്മാടിത്തരമാണ്. അത് ഉള്ളത് മുഖത്ത് നോക്കി തന്നെ പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇത്രയും വർഷം പഴക്കമുള്ളത് കൊണ്ട് നിങ്ങളെപ്പോലുള്ള കുട്ടികളുടെ ഈ വിറളി ഞങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും നാട്ടിലെ ലിബറൽ ഓളികൾക്കും മതേതരത്വത്തെ തൊട്ട് കളിച്ചാലെന്ന് പ്രസംഗിച്ചാണെന്ന് നമ്മുടെ മിസ്റ്റർ VD സതീശനും, പിന്നെ നമ്മുടെ നാട്ടിൽ 24 മണിക്കൂറും
മതമാണ് നാട്ടിന്റെ പ്രശ്നമെന്ന് പറയുകയും പക്ഷെ ആ മതം ഹിന്ദു മതം മാത്രമാണ് എന്ന് മനസ്സിൽ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ RSSനെയും BJPയെയും നശിപ്പിക്കണം, RSSും BJP ഒന്നും ശരിയല്ല, അവർ അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സകല എണ്ണവും ഫേസ്ബുക്കിലും ശരി, യൂട്യൂബിലും ശരി, പബ്ലിക്കിലും ശരി, വായും അടച്ചു വെച്ച് പഞ്ചപുച്ഛം അടക്കി അണ്ണാക്കിൽ വാലും ചുരുട്ടി ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി, എന്നെ കൊണ്ടൊന്നും ഒരു നട്ടലും ഇല്ലാത്ത ആൾക്കാരായി പോയല്ലോടോ നീയൊക്കെ. പറയണം, ഞങ്ങളെ കുറ്റം പറഞ്ഞോ, എനിക്ക് ഒരു വിരോധമില്ല എന്ത് മതത്തിനെ കുറ്റം പറയുന്നത്, സുനിൽ പിള്ളേടത്തിനോട് നമുക്ക് ഒരു വിരോധമില്ല. പക്ഷെ അപ്പുറത്തെ വേണ്ടി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നമുക്ക് വിമർശിക്കാൻ പറ്റില്ല, പക്ഷെ പൊളിറ്റിക്കൽ ഹിന്ദുവിനെ ഞാൻ വിമർശിക്കും. ഈ കലാപരിപാടി ഉണ്ടല്ലോ, ഇതിനൊക്കെ കൈയടിക്കുകയും തലയാട്ടി തരികയും ചെയ്തതാണ് ഞാൻ ചെയ്ത തെറ്റ്. മനസ്സിലായില്ലേ? ആ തെറ്റ് ഞാനങ്ങനെ തിരുത്തുക. അമ്മാര് കൃഷ്ണന് മന്തി ഉണ്ടാക്കാൻ നടക്കുന്ന അഴുക്കാം. ജയ് ഹിന്ദ്.